ABB റോബോ സ്റ്റുഡിയോ കോഴ്സിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലോട്ട് എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ABB റോബോട്ട് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ക്രോമിൽ കയറിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ABB റോബോ സ്റ്റുഡിയോ ഡൗൺലോഡ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ABB ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ഡൗൺലോഡ്സ് ABB എന്ന് പറയുന്ന ലിങ്കിലോട്ട് പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു UI കാണാൻ പറ്റും. ഇതിൽ താഴെ പോയി കഴിഞ്ഞാൽ റോബോട്ട് സ്റ്റുഡിയോ ആപ്പ് സ്റ്റുഡിയോ ഡൗൺലോഡ്സ് എന്ന് കാണാം. ഇതിൽ നിങ്ങൾക്ക് ഏത് വെർഷൻ ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ആപ്പ് സ്റ്റുഡിയോയുടെ ആവശ്യമില്ല, നിങ്ങൾ റോബോ സ്റ്റുഡിയോ സെലക്ട് ചെയ്യുക. റോബോ സ്റ്റുഡിയോ വെർഷൻ 2025 ഉണ്ട്, 2026 ഉണ്ട്. 26 സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ഞാൻ കൊടുക്കുക. സോ ഇതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 30 days ഫ്രീ ട്രയൽ ഉണ്ടായിരിക്കും ഇതിൻ്റെ പ്രീമിയം വെർഷൻ. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. ഓക്കെ, ഡൗൺലോഡ് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സിപ്പ് ഫയല് ഡൗൺലോഡ് ആവും. ഓക്കെ, സോ നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓപ്പൺ ഫയൽ പ്രസ് ചെയ്യാം. ഫയൽ ലൊക്കേഷനിൽ പോയി ആദ്യം നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ആദ്യം എക്സ്ട്രാക്ട് ഓൾ കൊടുക്കുക, ലൊക്കേഷൻ കൊടുക്കുക, എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ റോബോ സ്റ്റുഡിയോ ഉണ്ടായിരിക്കും, അത് ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിൽ ABB റോബോ സ്റ്റുഡിയോ സെറ്റപ്പ് ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ സെറ്റപ്പ് ഫയൽ ഉണ്ട്. സെറ്റപ്പ് ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡിവൈസ് ഇത്തരം പെർമിഷൻസ് ചോദിക്കും, യെസ് കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുക. സോ പ്രിപ്പയറിംഗ് ടു ഇൻസ്റ്റാൾ. നെക്സ്റ്റ് കൊടുക്കുക. ലൈസൻസ് അഗ്രിമെന്റ് അഗ്രി ചെയ്യുന്നത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക, അക്സെപ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഇൻസ്റ്റാൾ. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റോബോ സ്റ്റുഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ കാണാം. ഞാൻ ഓൾറെഡി 2025 വെർഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് പ്രസ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോബോ സ്റ്റുഡിയോ ഓപ്പൺ ആയി വരും. സോ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ 30 days ഫ്രീ ട്രയൽ ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ ഓപ്ഷൻ കാണും. അതായത് ലൈവായിട്ട് നിങ്ങൾക്ക് സ്റ്റേഷൻ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയും കാണും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റോബോ സ്റ്റുഡിയോ ABB ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.